Hello, my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. So, നമ്മുടെ 2026 റീഡിംഗ് ആണ്. ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മേജർ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, മേജർ ബ്ലെസ്സിങ്സ്, നിങ്ങൾക്ക് 2026 തരുന്ന മെസ്സേജ് എന്തൊക്കെയാണ് ത്രൂ മൈ റീഡിംഗ്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും, റൈറ്റ്? സോ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടേക്ക് 1 മെസ്സേജ് ഫോർ ഈച്ച് ഗ്രൂപ്പ്. ആദ്യം നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 സ്പെഷ്യൽ മെസ്സേജ് എന്താ നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1 എന്താണ് 2026 നിങ്ങൾക്ക് തരുന്ന മേജർ ബ്ലെസ്സിങ്. സോ ലെറ്റ്സ് കം ടു ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങളുടെ ഗ്രൂപ്പ് ഇൻറ്റ്യൂട്ടീവ്ലി പിക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ 1 കാർഡ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ 3 your 2023. ഗ്രൂപ്പ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ 3 your 2026. ഓക്കെ, സോ നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടും. സോ എന്തൊക്കെയാണോ നിങ്ങൾക്ക് റിലേറ്റ് ആയിട്ട് തോന്നുന്നത് അതൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എടുക്കണ്ട. ഓക്കെ, സോ select your group, then we can start. Okay, so before that ഞാൻ ഈ മെസ്സേജ് റിവീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, oh my goodness. Okay, very nice cards, right? Alright, let's start with group number 1. Hey, group number 1, നിങ്ങളുടെ 2026 എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ്. സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ ഈ കാർഡ് ശ്രദ്ധിച്ചോ. 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സെറ്റിൽ ആവുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ, എവിടെയാണോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും കൂടെ സാധിക്കുന്നത്. ഓക്കെ, ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ഒരുപാട് സെറ്റിൽ ആവുന്ന മൊമെൻറ്റ്സ് നിങ്ങൾക്ക് 2026 എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ അഡ്മിറേഷൻ കിട്ടുക, റൈറ്റ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്നും അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു അറ്റൻഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യലി റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും വളരെ ഇൻറ്റൻസ് ആൻഡ് നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുള്ള ഒരുപാട് നല്ല മൊമെൻറ്റ്സ് തരുന്നൊരു വർഷമാണ് 2026. ഓക്കെ, സോ നിങ്ങൾ വളരെയേറെ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഒരു ഡീപ്പസ്റ്റ് ഡിസയർ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അത്രയും കണക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നൊരു വർഷമാണ് 2026. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതായിരിക്കാം. കമ്മിറ്റഡ് ആവുക, എൻഗേജ്ഡ് ആവുക, മാരേജ് ഉണ്ടാവുക, വെറും ഒരു വിവാഹമല്ല. ഓക്കെ, ഇത് നിങ്ങളുടെ സോൾ സെറ്റിൽ ആവുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ വരുന്നത്. അത്രയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ അത്രയും അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സൺ, നിങ്ങളൊരു റൈറ്റ് പേഴ്സൺ, ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്കുലിൻ ഫെമിനിൻ എനർജിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ സേഫ് ആയിട്ട് നിങ്ങൾ അനുഭവപ്പെടുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കും, നിങ്ങളെ കേൾക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്. ബിക്കോസ് ആൾക്കാർക്ക് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, 2026 നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന വർഷമാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് കാത്തിരിപ്പ് സഫലമാവുന്ന ഒരു വർഷം കൂടിയാണ്. അതിൻ്റെ ഒരു കംപ്ലീഷനിലേക്ക് വരുന്ന ഒരു വർഷം കൂടിയാണ്. ഓൾറൈറ്റ്, സോ എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് അഡ്മിറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ,
അവിടെ ഒരു ഡൗട്ട്സ് ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില കാര്യത്തിന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സംശയങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി സെറ്റിൽ ആവുന്നുണ്ട്. എന്താണോ ഈ വർഷം നിങ്ങൾ റിസീവ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അത് ജോബ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന ഒരു പ്ലേസോ, നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ആളുകളോ, നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യമായിക്കോട്ടെ, ഈവൻ ലൈക്ക് നിങ്ങൾ അത്രയും ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ വാങ്ങാൻ പോയിട്ട് എക്സാക്ട്ലി നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു വർഷമാണ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് പല കാര്യത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ വളരെ ഡീപ്പസ്റ്റ് ഡിസയർ മുതൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ കാം ആവുന്നൊരു വർഷമാണ്. ഓക്കെ, സ്പെഷ്യലി നിങ്ങളൊരു റൈറ്റ് റിലേഷൻഷിപ്പിലേക്കാണ് 2026 നിങ്ങൾ ലീഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഒത്തന്റിക് എനർജിയിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ മാസ്കുലിൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫെമിനിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ അവിടെ കേൾക്കുന്നുണ്ട്, കേൾക്കപ്പെടുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് തന്നെ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ളൊരു സമാധാനവും സന്തോഷമൊക്കെ നിങ്ങളൊരു ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ 2026 വന്നിരിക്കുകയാണ്. സോ നിങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓൾഡ് പാറ്റേൺ നിങ്ങൾ കണക്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആ ഒരു പാറ്റേൺ നിങ്ങൾ വീണ്ടും എടുക്കാതിരിക്കുക. 2026 നിങ്ങൾ വളരെ എന്താണോ എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് അതിനെ പറ്റിയിട്ട് മാത്രം ചിന്തിക്കേണ്ട ഒരു വർഷമാണ്. ബിക്കോസ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും നിങ്ങളുടെ ആ ഒരു പഴയ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഓക്കെ, സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ വർഷം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഈ വീഡിയോ കാണുന്നത് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെ, മേ ബി പലപ്പോഴും നമ്മൾ അത് അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ഇഗ്നോർ ചെയ്യും. അങ്ങനെയല്ല, നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത്, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഫോമിലാണ് വരുന്നതെങ്കിൽ പോലും വളരെ സന്തോഷമായിട്ട് ആ കാര്യങ്ങളെ കണക്ട് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പഴയ ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ബിക്കോസ് നിങ്ങളും അങ്ങനെ അലൈൻഡ് ആയിട്ട് വരുന്ന സമയത്ത്, നിങ്ങളും അതുപോലെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് 2026 ഓഫർ ചെയ്യാൻ പോകുന്നത് അത് അതിന്റെ ബെസ്റ്റ് ഫോമിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള ചില ഓർണമെന്റ്സ് നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് താലിയൊക്കെ പോലെ, വിവാഹ താലി അല്ലെങ്കിൽ വിവാഹ മോതിരായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കുന്നുണ്ട്, വളരെ റെയർ ആയിട്ടുള്ള ഓർണമെന്റ്സ് നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഓൾസോ നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ്. ഓക്കെ, ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ കൂടെ അവിടെ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു റൈറ്റ് പ്ലേസ്, ഒന്നുകിൽ നിങ്ങൾ വളരെ റിച്ച് ആവുന്നതായിരിക്കാം, നിങ്ങൾ വളരെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരുന്നതായിരിക്കാം, ഓർ ആരെങ്കിലും വഴി നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ പാർട്ട്ണർ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ പാർട്ട്ണറുടെ ജോബ് അവർ കുറച്ചുകൂടി ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കൊക്കെ വരുന്നതായിരിക്കാം. സോ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓർ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ വെൽത്തി ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലേസിലേക്കോ നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, സോ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഒരുപാട് നല്ല അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് 2026 വരുന്ന സമയത്ത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ നല്ലൊരു ലിസണർ ആവാൻ കൂടെ പോവാണ് 2026. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും ഈ വർഷമായിരിക്കാം. ബിക്കോസ് നിങ്ങൾ ഒരുപാട് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരിക്കണം കുറച്ച് സമയമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരിക്കണം. അല്ലെ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല പല കാര്യങ്ങളും. ബിക്കോസ് നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അല്ലെ, സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്ലേസിൽ
അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ, റൈറ്റ്? സോ 2026 വരുന്ന സമയത്ത് നിങ്ങൾ വളരെ കാം ആവുന്നത് കൊണ്ട് തന്നെ, നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നല്ലൊരു ലിസണർ ആവുന്നുണ്ട്, വളരെ ഒരു കാം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, കാര്യങ്ങൾ വൈസായിട്ട് ചിന്തിക്കാനും പെരുമാറാനും വളരെ എമ്പതി നിങ്ങൾ കാണിക്കുന്നുണ്ട് ലൈഫിനോട്, നിങ്ങളോട്, നിങ്ങളുടെ കൂടെയുള്ള ആളുകളോടൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്നത് അത് ചില ആളുകൾക്ക് നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷനിൽ അങ്ങനത്തെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് കൂടിയാണ് ഇതുപോലത്തെ ചില ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളൊരു അമ്മയാവുന്ന സമയത്ത്, നിങ്ങളൊരു അച്ഛനാവുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വളരെ എംപത്തറ്റിക് നേച്ചർ ഒരുപാട് അവേക്കൻ ആവുന്നുണ്ട്. ഓക്കെ, സോ മറ്റുള്ള ആളുകളുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും കേൾക്കാനും ഒക്കെ ഒരു ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഗ്രോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് പ്രഗ്നൻസി ആണ്, ഓർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണ്, ഓർ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ 2026 ജീവിതാനുഭവങ്ങൾ നിങ്ങൾ ഒരുപാട് മാറ്റിമറിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓൾറൈറ്റ്, ഈ വർഷം നിങ്ങൾക്ക് ചില ആളുകൾക്കെങ്കിലും നിങ്ങളുടെ ലൈഫ് ലെസൺസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പുതിയൊരു പ്ലേസിലേക്ക് സെറ്റിൽ ആവുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ഒരു സമാധാനമൊക്കെ നിങ്ങൾ ഈ ഒരു വർഷം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ 2026 നിങ്ങൾക്ക് ആസ് എ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യം നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സ്പെസിഫിക്കലി സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, ആൻഡ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്തൊക്കെ ആസ് എ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, സ്പിരിച്വലി എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ നിങ്ങൾ 2026 ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾക്ക് വർക്ക് ആവാത്ത പ്ലാൻ നിങ്ങൾ 2026 എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ലാസ്റ്റ് ഇയർ ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റാത്ത റെസൊല്യൂഷൻ നമ്മൾ വീണ്ടും ഈ വർഷത്തേക്ക് ആഡ് ചെയ്യുന്നത് പോലെ. ഓക്കെ, അവിടെ എഗെയിൻ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വ്യക്തിപരമായിട്ട് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ആഡ് ഓൺ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ബട്ട് ഈവൻ അത് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബിക്കോസ് 2026 നിങ്ങൾ കുറച്ചുകൂടി ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കാൻ ആക്ച്വലി ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് വെറുതെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുന്നതായിരിക്കാം, ജേണൽ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുക, ഇറ്റ്സ് ലൈക്ക് എ വിഷൻ ബോർഡ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, 2026 നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്, നിങ്ങൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. അവിടെ എത്തുന്ന ആ ഒരു റൂട്ടൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നത് പോലെ. ഓക്കെ, അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കാം, നിങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരിക്കാം, നിങ്ങളുടെ വലിയൊരു മാറ്റമായിരിക്കാം. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രോപ്പറായിട്ട്, എസ്പെഷ്യലി നിങ്ങളൊരു ഓൾഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് ചില കാര്യത്തിൽ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ പഴയ സ്കൂളിലേക്ക് വീണ്ടും പോകുന്നത് പോലെ, അല്ലെങ്കിൽ പഴയ ഒരു സ്റ്റഡി മെത്തേഡിലേക്ക് നിങ്ങൾ വീണ്ടും വരുന്നത് പോലെ. See, this is so powerful. The Emperor. Okay, so വീണ്ടും നിങ്ങൾ ലൈഫിന്റെ ഒരു ഗെയിമിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, വീണ്ടും നിങ്ങൾ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്. ഈ ഒരു വർഷം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ നിങ്ങൾ പാരന്റ് ആവുന്നുണ്ട്. ഓക്കെ, പാരന്റ് ഓർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. ഓർ ചില ആളുകൾ നിങ്ങളുടെ മേലെ തന്നെയാണ് ചില റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് 2026 നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചില പ്ലാനിങ്സ് ഉണ്ടാവുന്നുണ്ട്. എന്ത് വേണമെന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങുന്നും കൂടെ ഉണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില മാറ്റങ്ങളിലേക്ക് നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, വഴികളില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ വഴികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തുടങ്ങാമെന്നായിരിക്കാം നിങ്ങൾ ഇത്ര സമയമായിട്ട് ചില ആളുകളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചില ആളുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ചില കാര്യത്തിലേക്ക് എത്താൻ, ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ, മുന്നോട്ട് വരാൻ, ലൈഫിന്റെ മുന്നോട്ട് വരാൻ നിങ്ങൾക്ക്
ആക്ഷൻ എടുക്കാൻ ഈ സമയത്ത് എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഒറ്റയ്ക്ക് അത് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ കുറേ ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, മാറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ വർഷം നിങ്ങളാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ആക്ഷനിലാണ് ആ ഒരു മാറ്റം വരുന്നത്, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിലാണ് മാറ്റങ്ങൾ വരുന്നത്. നിങ്ങൾ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ചിലതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ ചില മാറ്റങ്ങളായിട്ട് മാറുന്നുണ്ട്, നിങ്ങൾ തന്നെ ചില റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1. അങ്ങനെ നിങ്ങൾ എടുക്കുന്ന ആക്ഷനാണ് നിങ്ങളെ വളരെ ഇൻഡിപെൻഡന്റ് ആക്കുന്നതും നിങ്ങൾക്ക് ആ ഒരു ജെന്യൂൻ ഹാപ്പിനെസ് തരുന്നതും. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്തായിരിക്കാം ബാക്കിയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ കൂടെ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ചില കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്തായിരിക്കാം അത് നമ്മുടെ കൂടെ അത് സംഭവിക്കാം. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്യാഷ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാഷ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കില്ല. പകരം നിങ്ങൾ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് തുടങ്ങി നിങ്ങൾക്ക് എന്തൊക്കെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ വരുന്ന സമയത്താണ് പണം അതിന്റെ കൂടെ സംഭവിക്കുക, പണം അതിന്റെ വഴിയിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങളുടെ ആക്ഷന് ഇതുപോലത്തെ മാറ്റങ്ങൾ 2026 കൊണ്ടുവരുത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അത് കൂടുതൽ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിക്കാനും നിങ്ങൾക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷനും വളരെ ഒരു കോൺഫിഡൻസും ആ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് 2026. ദ എംപറർ ആൻഡ് ദ എംപ്രസ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലെസൺ ചെയ്യുന്നുണ്ട്. സ്പിരിച്വലി നിങ്ങൾക്ക് ഒരുപാട് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്താണ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്? സോ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ഒരു ഡീപ്പസ്റ്റ് ഡിസയർ, നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സോൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഓർ നിങ്ങളെ എത്തിപ്പെടേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഡെസ്റ്റിനി. ഓക്കെ, സോ നിങ്ങളുടെ ലെസൺ, നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ, ഇങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ആക്ഷൻ നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് 2026 നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ അവിടെ വരുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പ്രഷൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. മെയിൻലി വളരെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ആക്ഷൻ തന്നെയാണ്. ഓക്കെ, പ്രഗ്നൻസി, മാരേജ്, റിലേഷൻഷിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് 2026 ഓക്കെ, അത് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ചേഞ്ച് ആക്കുന്നുണ്ട്. നിങ്ങൾ എന്ന വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചില ആളുകൾക്കോ നിങ്ങൾക്കും അത് സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ന വ്യക്തിയെ ഒരുപാട് കംപ്ലീറ്റ് ചെയ്യുന്ന ചില മൊമെന്റ്സ് 2026 നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ബട്ട് നിങ്ങളത് ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങുന്നത് നിങ്ങളായിട്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങളാണ് ചില കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതിന്റെ പിറകെയാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ എല്ലാം നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, 2026 നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ കൂടെ പോകുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുന്ന ഒരു വർഷമാണ്. നിങ്ങൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു വർഷമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനും പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറേ കാലമായിട്ട് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ബട്ട് 2026 നിങ്ങൾ അത് ക്രാക്ക് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക. സോ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന വളരെ ഒരു സന്തോഷവും നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് 2026. ഗ്രൂപ്പ് നമ്പർ 1. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 1 എന്താണ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ? ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഇയർ ആണ് റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത്. ഓക്കെ, ബിക്കോസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ അത്ര ഒരു സുഖമില്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോയതെങ്കിൽ, എസ്പെഷ്യലി ഒരു ഇമോഷണലി കണക്ട് ആവാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെ. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്ര ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവില്ല. അതിനർത്ഥം നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇമോഷൻസ് ഇല്ല എന്നുള്ളതല്ല, ബട്ട് നിങ്ങൾക്കത് റൈറ്റ് പ്ലേസിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. റൈറ്റ്, സോ നിങ്ങളൊരു
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം റിലേഷൻഷിപ്പിൽ. അത് പ്രോബബ്ലി നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിൽ അത്ര ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഫുൾഫിൽഡ് ആയിട്ട് നിങ്ങൾ നിൽക്കാതെ ഇരിക്കുന്നുണ്ടായിരിക്കാം, റൈറ്റ്? സോ കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റേജ് അങ്ങനെയാണ്. സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ ഒരു സമയം വലിയൊരു മിറാക്കിൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്തിട്ട് വർക്ക് ആയിട്ടുണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറേ കാലമായിട്ട് ഒരു പാർട്ട്ണറെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കണം, അത് നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ടാവില്ല. സോ ഇതായിരിക്കാം നിങ്ങൾ പ്രോബബ്ലി ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കാതെ ഇരിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് 2026 ഒന്നുകിൽ നിങ്ങൾ അതിനു വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആക്ഷനോ ഓർ നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തൊക്കെയോ ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പിറകെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുത്തുന്ന ഒരു മാറ്റം കൂടി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വളരെ ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിന്ന് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഗ്രൂപ്പ് നമ്പർ 1, ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങളുടെ ഏറ്റവും റിലേഷൻഷിപ്പിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് 2026. ഓക്കെ, സോ ഞാൻ നിങ്ങൾ വീണ്ടും അതിലേക്ക് ഡെസ്പറേറ്റ് ആയിട്ട് ചിന്തിക്കണം എന്ന് പറയില്ല, നിങ്ങൾ അങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡോർ നിങ്ങൾ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ട് വെക്കുക. ഈവൻ നിങ്ങളത് ഡെസ്പറേറ്റ് ആയിട്ട് അന്വേഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആണെന്നുള്ളത്. ഓക്കെ, സ്നേഹം ഞാൻ വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ പറയാം, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ, റൈറ്റ് ആയിട്ടുള്ള സ്നേഹം. Okay, number 1, your relationship in 2026, love, relationship, romance, group number 1. See, the Emperor and the Magician. All right. See, നിങ്ങളുടെ ആ ഒരു ഫുള്ളസ്റ്റ് പവറിൽ നിൽക്കുന്ന ഒരു ടൈമാണ് 2026. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ചിലത് റിലേഷൻഷിപ്പിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല, ബട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. മേ ബി ഇത് ഇന്റൻഷനലി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമല്ല, ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇന്റൻഷനലി അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് 2026 നിങ്ങൾ അങ്ങനെ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് കുറവായിരിക്കാം, അൺടിൽ അൺലെസ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണിക്കുന്നത് വരെ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് റിലേഷൻഷിപ്പിൽ കിട്ടുക, നിങ്ങൾക്ക് അതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് സംഭവിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണ് 2026 നിങ്ങൾ റിലേഷൻഷിപ്പ് വർക്ക് ആവാൻ പോകുന്നത്. ഇത് നിങ്ങൾ തേടി കണ്ടുപിടിക്കൊന്നുമല്ല. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അവിടുന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പൂക്കളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഓൾ ഓഫ് സഡൻ നിങ്ങളൊരു ഒരു വലിയൊരു ഗാർഡന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കുന്നത് പോലെയാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇറ്റ്സ് ലൈക്ക് എ മാജിക് ഫോർ യു. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഐ കൻ സേ ഈസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം റിലേഷൻഷിപ്പിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് ലൈക്ക് യുവർ ഡെസ്റ്റിനി. ഓക്കെ, ഇത് ഓൾറെഡി ക്രിയേറ്റർ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഈവൻ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നോ, മേ ബി ലൈക്ക് നിങ്ങൾ ഒരു ടൈമിലൊക്കെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്, നിങ്ങളുടെ ലവ് ലൈഫ് എങ്ങനെയാണെന്നുള്ളത്, അല്ലെ? പക്ഷേ നിങ്ങൾ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബട്ട് ചില സമയത്ത്, എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് സമയത്തായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിലല്ല പല കാര്യങ്ങളും നിങ്ങൾ കണക്ട് ചെയ്ത് കൊണ്ട് പോകുന്നത്, അല്ലെ? ലൈഫിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് അത്രൊരു ഫോക്കസ് നിങ്ങൾ ഈ വർഷം വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിലേക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. ബട്ട് നിങ്ങൾ ഒട്ടും നിങ്ങൾ പോലും അറിയാതെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ പോലും പ്ലാൻ ചെയ്യാത്തൊരു ടൈമിലാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആക്റ്റീവായിട്ട് വരുന്നത്. അവിടെ എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത ചില മാറ്റങ്ങൾ, ഉദ്ദേശിക്കാത്ത സമയത്ത് ചില മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവും, നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാവും, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവും. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വരുന്നതും റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്ര കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതും. ഓക്കെ, 2026 ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ ഒരു ലോങ് ടേം പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന ഒരു വർഷമാണ്. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് കിട്ടുന്ന ഒരു വർഷമാണ്. എക്സാക്ട്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ മാസ്കുലിനെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഫുൾഫിൽഡ് ആവും. ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ, ഒരു കാമുകി എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ ഫുൾഫിൽഡ് ആവുന്ന ഒരു വർഷമാണ്. ഓക്കെ, നിങ്ങളുടെ ഫെമിനിൻ
എൻജോയ് ചെയ്യുന്നതും വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു വർഷം കൂടിയാണ്. ഫിസിക്കലി, ഇമോഷണലി, ഇന്റലക്ച്വലി, റൊമാൻറ്റിക്കലി, എനർജറ്റിക്കലി. നിങ്ങൾ മാസ്കുലിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ അത്രയും ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകൾ ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. അതാണ് ഫാമിലി, ഹോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കൂടെ അങ്ങനെ നിൽക്കുന്ന ആളുകൾ. യുവർ 2026 എന്തൊക്കെ കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും? സി നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ വളരെ വളരെ കൈൻഡ് ആക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈക്ക് സെറ്റിൽ ചെയ്യാത്ത ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ അഗ്രസീവ് ആയിട്ട് ജീവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷന് റൈറ്റ് പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ കാം ആവുന്നത് പോലെ, നിങ്ങൾ വളരെ ജെന്റിൽ ആവുന്നത് പോലെ. റൈറ്റ്, നമ്മൾ ചില ആനിമൽസിന് നമ്മൾ മെരുക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം അല്ലെ, ബട്ട് അത് മെരുങ്ങുന്ന സമയത്ത് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ചയോ അല്ലെങ്കിൽ അനുഭവം വേറെ ഇല്ല അല്ലെ. സോ നിങ്ങൾ അങ്ങനെയാണ്. ഓക്കെ, സോ നിങ്ങളെ മെരുക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ചില ഇമോഷൻസിന്. 2026 നിങ്ങളെ മെരുക്കിയെടുക്കുന്ന ഒരു വർഷമാണ്. സ്നേഹം കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട്, ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ട് നിങ്ങളെ ഒരു പുരുഷനാക്കുന്നുണ്ട്, നിങ്ങളൊരു സ്ത്രീ ആക്കുന്നുണ്ട്. അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആള് 2026 നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു പുലിക്കുട്ടിയായിട്ട് നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആട്ടിൻകുട്ടിയായിട്ട് നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങളെ വളരെ ജെന്റിൽ ആക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണോ റിലേഷൻഷിപ്പിൽ മിസ്സായിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഓക്കെ, നിങ്ങൾ എന്ന സോളിനെ, നിങ്ങൾ എന്ന വ്യക്തിയെ, ആ ഒരു സോൾ എന്തൊക്കെയായിരുന്നോ ഡിസേർവ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആള് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷം, വെളിച്ചം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, എക്സൈറ്റ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ വന്നതുകൊണ്ടല്ല നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, വന്നതുകൊണ്ട് മാത്രമല്ല, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ചില കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ പല കാര്യങ്ങളും ബ്ലോക്ക് ആയിട്ട് കിടന്നിട്ടുള്ളതോ പല കാര്യങ്ങളും നിങ്ങളുടെ പിറകെ കൊണ്ടുവരാൻ അലോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ ഈ ഒരു ആക്ഷന് ബാക്കിയുള്ള ഏരിയാസിൽ ഇതുപോലത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷനിലോ നിങ്ങളുടെ ഹാബിറ്റ്സിലോ മേ ബി ലൈക്ക് നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വിട്ട് നിങ്ങൾ വേറെന്തോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് ഫൈനലി നിങ്ങളായിട്ട് തന്നെ അവിടുന്ന് നിങ്ങളെ സഹായിച്ച് നിങ്ങൾ അത് ഓവർകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ അത്രയും സന്തോഷവും കോൺഫിഡൻസും ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിറകെ പോയി ചെയ്യാണ്. ഓക്കെ, സോ അതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അതുവരെ നിങ്ങൾ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള പല കാര്യത്തിലും നിങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങുന്നില്ല നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അതൊക്കെ ആയിരിക്കാം നിങ്ങൾ പോലെ എക്സ്പെക്ട് ചെയ്യാത്ത ഏരിയാസിലൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 1 ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 1 ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കരിയർ ഫൈനാൻഷ്യൽ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. അഗെയിൻ നിങ്ങളുടെ ജോബിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ സമാധാനമായിട്ടും ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ 2026 നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആ ഒരു വർഷം മാത്രമല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒരു ലോങ് ടേമിലേക്കുള്ള ചില കാര്യങ്ങളാണ് ഈ വർഷം നിങ്ങൾ വിത്തിടാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ സേവിങ്സ് ആയിരിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ പോകുന്ന ഒരു വർഷം 2026 ആണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ പല രീതിയിൽ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ സേവ് ചെയ്യുന്ന ഒരു വർഷമാണ്. ഓക്കെ, സോ ഈ വർഷമായിരിക്കാം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗ്രേറ്റ് സേവിങ് പ്ലാൻസിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഈ വർഷമായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ലൈക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ആൻഡ് അഗെയിൻ ഗ്രൂപ്പ് നമ്പർ 1 ഈ വർഷം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ സ്ട്രോങ് പാർട്ട്ണർ കൂടെ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഈ വർഷം നിങ്ങൾ കല്യാണമൊക്കെ കഴിയുന്ന ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റൈറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് അവിടെ നിങ്ങളുടെ ഫൈനാൻഷ്യലി
ഈ ഒരു പാർട്ട്ണർ കൂടെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുമിച്ചിട്ടായിരിക്കാം പല ഫൈനാൻഷ്യൽ പ്ലാനിങ്സിലേക്കും വരുന്നുണ്ടായിരിക്കാം, പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അവിടെ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീം വർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫൈനാൻസിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 1 പല ആളുകൾക്കും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഒരു ടൈമാണ്. ഓക്കെ, സോ ഒരു കാര്യത്തിന്റെ പിറകെ ചില കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് വേണ്ടി നേരത്തെ സംഭവിക്കുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓക്കെ ഡിവൈൻ ടൈമിൽ ഈ ഒരു കാര്യം സംഭവിക്കുക എന്നുള്ളതല്ല, ബട്ട് നിങ്ങളുടെ ആക്ഷൻ നിങ്ങളുടെ ലൈഫ് കുറെ കൂടെ ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നോർമലി ചില ആളുകൾ ഒരു ഇത്ര സമയം എടുത്ത് ചെയ്ത് തീർക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് നേരത്തെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ടൈം ലൈഫിൽ വേറൊരു അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് കുറച്ചൊരു ടൈം ലൈഫിൽ കിട്ടുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് നോ വൈ ഐ സെഡ് ദാറ്റ്, ബട്ട് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് മുന്നേ നിങ്ങൾ ചെയ്ത് തീർക്കും ഫൈനാൻഷ്യലി വരുന്ന സമയത്ത്. സോ ആ ഒരു അത് ഈവൻ ലൈക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ബട്ട് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറവായിരിക്കാം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് വന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സോ നിങ്ങൾക്ക് അതിൽ നിന്ന് ബാലൻസ് വന്നിട്ടുള്ള ചില എമൗണ്ട്സ് ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊരു അധികം പണം കിട്ടുന്നുണ്ട്, അത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു ലക്ഷറീസ് ആയിട്ടുള്ളതോ ഓർ നിങ്ങളുടെ ചില ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് പണം ഉണ്ടാവാൻ ഉള്ളൊരു സാധ്യത കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നിട്ട് ആരെങ്കിലും കൊണ്ടു തരുന്നുള്ളതല്ല. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു വർഷമാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് കഴിഞ്ഞ സമയത്തൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വീണ്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ കൊണ്ടുവരുന്ന ആളുകൾക്കുള്ള റീഡിംഗ് ആണ്. വെറുതെ വീട്ടിലിരുന്നിട്ടോ ഞാൻ പറഞ്ഞതൊന്നും ഇങ്ങനെ വന്നിട്ടില്ലല്ലോ, ഞാൻ ക്യാഷ് നോക്കിയിരുന്നു എനിക്ക് വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പറയരുത്. ഓക്കെ, ഇത് ആക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബിക്കോസ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സക്സസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, വിക്ടറി ആൻഡ് സക്സസ്. ഓൾറൈറ്റ്, സോ 2026 നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമല്ല. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യണ്ട എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യില്ല. ഓക്കെ, സോ നിങ്ങളുടെ ആക്ഷൻ ഡെഫിനറ്റ്ലി അതിന് ഡിസേർവ് ചെയ്യുന്ന ഒരു റിവാർഡ് അല്ലെങ്കിൽ അതിന് ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് അഗൈൻ ഗ്രൂപ്പ് നമ്പർ 1 2026 നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് അവിടെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, നിങ്ങൾ ആ ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. ഓക്കെ, സോ ഒരു റൈറ്റ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് ഒരേ ഇന്റൻഷനുള്ള ആളുകൾ, ഒരേ ലക്ഷ്യങ്ങളുള്ള ആളുകൾ, ഒരേ താല്പര്യങ്ങളുള്ള ആളുകൾ, ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ എയിംസ് നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് ഒരു മ്യൂച്വൽ റെസ്പെക്ട്, ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്, പ്രോപ്പർ പ്ലാനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇത് റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല. സോ എന്താണ് വരുന്നത്, നിങ്ങളുടെ കൂടെ അങ്ങനെ നിൽക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പാർട്ട്ണർഷിപ്പിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഹലോ, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ 2026 എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ഫ്രം മൈ സ്പിരിറ്റ് അബൌട്ട് യുവർ 2026. ഗ്രൂപ്പ് നമ്പർ 2 എനിക്ക് ലിറ്ററലി ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ഡ്രീം വേൾഡാണ് 2026 എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, ഫ്രീഡം എന്താണെന്നുള്ളത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത പല മിസ്റ്റേക്സും ചെയ്യുന്നൊരു വർഷം കൂടിയാണ്. ഓക്കെ, അതൊരു തെറ്റായിട്ടുള്ള രീതിയിൽ എന്നുള്ളതല്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്തിനാണ്,
നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചില സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടായിരിക്കുക, നിങ്ങൾ ചില കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല, ബട്ട് നിങ്ങൾ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഐ ക്യാൻ സീ ലൈക്ക് ഒരു ലിറ്റിൽ ഗേൾ, ഓക്കെ, നിങ്ങൾ മെയിലോ ഫീമെയിലോ ആരോ ആയിക്കോട്ടെ, ഒരു ചെറിയൊരു വളരെ എനർജറ്റിക് ആയിട്ടൊരു പെൺകുട്ടിയെയാണ് എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഡസൻറ്റ് മാറ്റർ നിങ്ങൾ ഏത് ഏജിലുള്ള ആളുകളോ ആരോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ വർഷം ഒരു കൗമാരക്കാരിയെ പോലെയാണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾ ആരും പറഞ്ഞ അനുസരിക്കാത്തൊരു വർഷമായിരിക്കാം. ആൻഡ് സി, ചില ആളുകൾക്ക് അത് ആക്ച്വലി വേണം അല്ലേ, ബിക്കോസ് നിങ്ങൾക്ക് ഫ്രീഡം വേണം. ഈവൻ നിങ്ങൾ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളായിട്ട് ജീവിച്ചിട്ടുണ്ടാവില്ല അല്ലെ. നിങ്ങൾ പലർക്കും വേണ്ടിയിട്ട് ജീവിച്ചിട്ടുണ്ടായിരിക്കണം. ഓരോ ടൈമിൽ നിങ്ങൾ ഓരോ ആളുകളുടെ അണ്ടറിൽ ജീവിച്ച് വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു സമയം വരെ പാരൻസ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാർട്ട്ണർ, അത് കഴിഞ്ഞ് നിങ്ങളുടെ കുട്ടികൾ, അങ്ങനെ നിങ്ങൾ ജീവിച്ച് പോയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് അത്ര അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് സി, നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജീവിച്ച് തീർക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ആഗ്രഹപ്രകാരം നമ്മൾ ജീവിച്ച് തീർക്കുക എന്നുള്ളതല്ല. അതല്ല നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ അതല്ല നമ്മുടെ സോളിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് നമ്മൾ ജനിച്ചു വളർന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്ന് നമ്മളുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മളായിട്ട് ജീവിക്കേണ്ടതായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഓരോ ആളുകളും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സോളാണ്. അവർ ചെന്നെത്തേണ്ട കാര്യമുണ്ട്. ആ ഒരു ഫ്രീഡം വരുന്ന സമയത്താണ്, അതിലേക്കൊക്കെ ഇറങ്ങി വരുന്ന സമയത്താണ് അവർക്ക് അവരെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നൊരു വർഷമാണ്. നിങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പോകുന്നൊരു വർഷം കൂടിയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകുന്നൊരു വർഷം കൂടിയാണ്. ചില ആളുകൾ നിങ്ങളെ വീടൊക്കെ വിട്ട് മാറി ജീവിക്കാൻ തുടങ്ങുമായിരിക്കും ആദ്യമായിട്ട്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, അവിടെ സ്വന്തമായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്, സ്വന്തം ആക്ഷൻ നിങ്ങൾ അവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻ കൂടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എൻ്റെ ലൈഫിൽ പപ്പു പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു കമ്പാനിയൻ ഉണ്ടാവുന്നുണ്ട്. ഐ എം നോട്ട് ടെല്ലിങ് അതൊരു ഡോഗ് തന്നെ ആയിക്കൊള്ളണം എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു കമ്പാനിയൻ, ഒന്നുകിൽ അതൊരു വാഹനമായിരിക്കാം, ഒന്നുകിൽ അതൊരു മൃഗമായിരിക്കാം, ഒന്നുകിൽ ഒരു വ്യക്തിയായിരിക്കാം, ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളുടെ ഒരു കമ്പാനിയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സൈക്കിക് എബിലിറ്റി ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങൾ വളരെ സൈക്കിക്കലി കണക്ട് ചെയ്യാൻ പോകുന്ന ആളുകളും കൂടിയാണ് ഈ വർഷം. ഓക്കെ, എന്താണ് ഈ സൈക്കിക്കലി കണക്ട് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കുറെ കൂടെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സിറ്റുവേഷൻ ആളുകളെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബെറ്റർ ആയിട്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പലപ്പോഴും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ടായിരിക്കുക. നിങ്ങൾ റൈറ്റ് പ്ലേസിലേക്കൊക്കെ അലൈൻഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ജീവിക്കുക, അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതല്ല. ഡെഫിനറ്റ്ലി സി, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ പല ആളുകൾക്കും പല തെറ്റായിട്ട് തോന്നാം. ബിക്കോസ് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാണ്, അവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായം വരും. ബട്ട് കമോൺ, നിങ്ങൾ ശരിക്കും കെയർ ചെയ്യാൻ പോകുന്നുണ്ടോ അത്? നോ. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഒരിക്കലും അത് കെയർ ചെയ്യാൻ പോവില്ല. അവരെന്ത് പറഞ്ഞു, അവരെന്ത് പറയും, ഞാൻ ഇങ്ങനെ ചെയ്താൽ, ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്താൽ, ഞാൻ ഇങ്ങനത്തെ ആക്ഷൻ വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു തീരുമാനം എടുത്ത് ആരെന്ത് പറയും? നോ, ഹൂ ഗോണ കെയർ ദാറ്റ്? നിങ്ങൾ ഒരിക്കലും അതിനെ പറ്റിയിട്ട് കെയർ ചെയ്യില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ലൈക്ക് ഒരു കൗമാരക്കാരിയാണ് നിങ്ങൾ ഈ ഒരു വർഷം. ഓക്കെ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ബട്ട് സി, നിങ്ങൾ ചില കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ്, ചില മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ എല്ലാ ഫ്രീഡം നിങ്ങൾ കൊടുക്കുക. ഡെഫിനറ്റ്ലി നമുക്ക് മിസ്റ്റേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന പ്രായത്തിൽ മാത്രമേ തെറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതല്ല. നമ്മൾ ഓരോ പ്ലേസിലേക്ക് നമ്മളെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ തെറ്റായിട്ടുള്ള ആക്ഷൻ എടുക്കും, നമ്മളത് അവിടെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു ഓതന്റിക് നേച്ചറിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഫൊഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അതുവരെ നിങ്ങൾക്ക് വേണം, ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വാശി പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ എക്സാക്ട്ലി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വരികയാണ്. സോ അതുവരെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതൊക്കെ നിങ്ങളുടെ ഒരു ജെന്യൂൻ ഡിസയർ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതുപോലത്തെ മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2. എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സ്പിരിച്വൽ ചേഞ്ചസ് ഈ വർഷം? ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാം? നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണ് അതുപോലെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട്? ക്വീൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്. സീ, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ. ഓക്കെ, വളരെ ലൈക്ക് സ്റ്റബേൺ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അത് നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പോലും വളരെ സ്റ്റബേൺ ആയിട്ട് നിങ്ങൾ പെരുമാറുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുമായിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അതാണ് നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു നേച്ചർ കാണിക്കുന്നത്. സോ ചില ഹാബിറ്റ്സിലേക്ക്, ചില കാര്യങ്ങൾ നിങ്ങൾ അവിടെ സ്റ്റബേൺ ആയിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിട്ട് മാറ്റുന്നത് ഈ ഒരു വർഷം. ഒരുപാട് നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു വർഷമാണ്, ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പോകുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് സ്പർശിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയിട്ടുള്ള പല ഏരിയാസിൽ നിങ്ങൾ ചെന്നെത്തുന്നുണ്ട്, നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എക്സാംസ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ലൈക്ക് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ചില ഫീൽഡിലേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ എക്സ്പെരിമെന്റ് ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ തന്നെ. നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് 2026 ഗ്രൂപ്പ് നമ്പർ 2. ഗൈസ്, ഐ റിയലി ലവ് യു. നിങ്ങളുടെ ഒരു വൈബ് ലൈക്ക് സി ഒരു ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ ആ ഒരു ഫയർ ആണ് ആക്ച്വലി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ബിക്കോസ് ലൈക്ക് ഐ നോ ഹൗ ഇറ്റ് ഫീൽസ്. ലൈക്ക് നമുക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, യാത്രകൾ ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്ത്, ബിക്കോസ് 2026 നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒരുപാട് ജീവിത യാത്രകളിൽ കൂടി നിങ്ങൾ പോകും. ഓക്കെ, ലൈക്ക് നിങ്ങൾ പ്ലേസ് ടു പ്ലേസ് എന്നുള്ളതല്ല, ജീവിതത്തിലെ പല യാത്രകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു വർഷം കൂടിയാണ്. ആൻഡ് അതാണ് നിങ്ങളെ ഡിഫറെൻ്റ് ആക്കുന്നതും അതാണ് നിങ്ങളെ സ്ട്രോങ് ആക്കുന്നതും. ഇതുവരെ നിങ്ങൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഒന്നും തന്നെ ചെയ്യാൻ അറിയാതെ ഒതുങ്ങി നിന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജീവിതം നിങ്ങളെ പല സിറ്റുവേഷനിൽ കൂടെ കൊണ്ടുപോകും. സോ 2026 ഒക്കെ അവസാനിക്കുന്ന സമയത്തേക്ക് നിങ്ങൾ വളരെ ലൈക്ക് ഈസി ആയിട്ടായിരിക്കും പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുവരെ പേടിച്ച് മാറി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള നിങ്ങളല്ല 2026 എൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങൾ വളരെ കറേജസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവിടെ നിങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുവരെ നിങ്ങൾ പാവം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളുകൾ, വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആളുകൾ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളുകളെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല. ഓക്കെ, അത് നിങ്ങൾ ഒരു ലൈക്ക് റോങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്നുള്ളതല്ല. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം ഡെഫിനറ്റ്ലി ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ 2026 നിങ്ങൾ ആളുകളെ മീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പുതിയ ആഗ്രഹങ്ങളൊക്കെ അൺലോക്ക്ഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ റോങ് ആയിട്ടുള്ള പാത്തൊക്കെ നിങ്ങൾ വരാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതിനർത്ഥം നിങ്ങൾ ലൈഫ് കുറെ കൂടി ഡിഫിക്കൽട്ട് ആണെന്നുള്ളതല്ല, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ ഇങ്ങനത്തെ ഒരു മാറ്റം വേണ്ടത് കൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന ഒരു പാത്തിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ണ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ കൂടെ പറയാം. നിങ്ങൾക്ക് തോന്നാണ്, നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2026 നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ എന്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു, അതിലേക്ക് വരണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും മേ ബി ആ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ അത് ക്രോസ് ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഓക്കെ, ബട്ട് അത് നിങ്ങൾ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല. എന്താണോ നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു രീതിയിലും ടച്ച് ചെയ്യില്ല ഗ്രൂപ്പ് നമ്പർ 2. ട്രസ്റ്റ് മീ. ഓക്കെ, ബിക്കോസ് ചില അനുഭവങ്ങൾ, ചില മിസ്റ്റേക്സ് ആണ് നിങ്ങൾ കൂടുതൽ ഇവോൾവ് ആക്കുന്നത്, നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഡോണ്ട് ബി അഫ്രേഡ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുറച്ച് സമയമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില റിലേഷൻഷിപ്പ് പാറ്റേൺ, നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അത് എങ്ങനെയായിരുന്നു നിങ്ങൾ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ അവിടെ ആദ്യമായിട്ട് ചില മാറ്റങ്ങൾ, ചില ആക്ഷൻ നിങ്ങൾ അവിടെ എടുക്കുന്നത്. സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കുന്നത്. ഇത് നിങ്ങൾ 2026 ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളതല്ല. റോങ് ആയിട്ടുള്ള ആളുകൾ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചില ടഫായിട്ടുള്ള
ചില ടഫ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് വരാന്നുള്ളത്. ഓക്കെ, ഇത് ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ട്. 2026 നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് റിയലൈസ് ചെയ്യാണ്. സോ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ല, എനിക്ക് ഇങ്ങനെയല്ല, എൻ്റെ ഒരു ഓത്തന്റിക് നേച്ചർ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ഞാൻ ഇതിൽ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് നിങ്ങളെ ഇതുപോലത്തെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഇമ്പോസിബിൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ആക്ഷൻ എടുക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾ എവിടേക്കാണ് നിങ്ങളെ കാണാതെ പോയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ കാണാൻ പോവാണ്. നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളെ കാണാൻ പോകുന്ന ഒരു വർഷമാണ് 2026. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ സ്പിരിച്വലി പേഴ്സണലി ക്ലെൻസ് ചെയ്യുന്ന ഒരു വർഷം കൂടിയായിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ക്ലെൻസ് ചെയ്യുന്ന ഒരു മാറ്റം കൂടിയാണത്. ഓക്കെ, നിങ്ങൾ കുറെ കൂടെ നിങ്ങളുടെ ഒരു കാം ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് 2026 നിങ്ങൾ വരിക. ഈവൻ നിങ്ങൾ വളരെ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സ്പേസ് നിങ്ങളുടെ ഒരു ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്ലേസ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ സമാധാനം കൊണ്ടുവരുന്നുണ്ട്. ഈവൻ നിങ്ങൾ എത്ര കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാനുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ സെൽഫ് ഫോക്കസ്ഡ് ആവുന്ന ഒരു വർഷമാണ് 2026 ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് ആരാ വേണ്ടത്, നിങ്ങൾക്ക് എന്ത് വേണ്ട, എന്തെന്ന് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം, ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഒരു വർഷം ഗ്രൂപ്പ് നമ്പർ 2. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന മാറ്റങ്ങൾ. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം 2026 ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് നമ്പർ 2, യു ആർ 2026. ഓക്കെ, സോ ഇമോഷണലി നിങ്ങൾ അത്ര കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷമല്ല 2026, ബിക്കോസ് നിങ്ങളുടെ ഫോക്കസ് വേറെയാണ്, നിങ്ങളുടെ ഡിമാൻഡ്സ് വേറെയാണ്. ഓക്കെ, ഈവൻ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഓക്കെ, സോ നിങ്ങൾ പ്രോബബ്ലി ഒന്നും ചേഞ്ച് ചെയ്യാത്തൊരു വർഷമാണ്. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ, അത് നിങ്ങൾ പോയി പിടിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പ്ലേസിൽ നിൽക്കും, ആ ഒരു പ്ലേസിലേക്ക് വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ബിക്കോസ് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണ്, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ വാല്യൂസ് എന്താണ്, നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടത്. സോ അതായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്. സോ നിങ്ങൾ ഇമോഷണലി എടുക്കില്ല അതുവരെ. അഗൈൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുവരെ നിങ്ങളെ ഒരുപാട് ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ത്രെറ്റനിങ് ആണ് നിങ്ങളുടെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. ബിക്കോസ് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആക്സസ് ഇല്ല. ഓക്കെ, ശരിക്കും ആളുകൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ബിക്കോസ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ 2026 എന്ന് പറയുന്നത്. നിങ്ങൾ പഴയ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിലല്ല. അത് ഈവൻ നിങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ നിർത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വലിയ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ബട്ട് ചില മാറ്റങ്ങൾ അവിടെ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കൊണ്ട് നടക്കാൻ നോക്കിയിട്ടുള്ളത് അതും പോകുന്നൊരു വർഷം കൂടിയാണ്. ഓക്കെ, ബിക്കോസ് അവിടെ പുതിയ ഇമോഷൻസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ്സിൽ അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എസ്പെഷ്യലി ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 2, ഐ എം റിയലി സോറി ടു സേ, ചില ആളുകൾ നിങ്ങൾക്ക് പല ആളുകളുമായിട്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം അല്ലെ. അത് നിങ്ങളുടെ ഒരു സാക്രൽ എനർജി നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, റൈറ്റ്. നിങ്ങളൊരു സെക്ഷൽ ഹാബിറ്റ്സ് നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾ പല ആളുകളായിട്ട് കണക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം, റൈറ്റ്. ബൈ സിറ്റുവേഷൻ കാരണമായിരിക്കാം, ഓർ മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു ഹാബിറ്റ് അങ്ങനെ ആയിരിക്കാം റിലേഷൻഷിപ്പിൽ. ഓക്കെ, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള സിറ്റുവേഷനിൽ കൂടെ ചില ആളുകൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, റൈറ്റ്. നിങ്ങൾക്കറിയാം അത് നിങ്ങൾ എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ഈവൻ നിങ്ങളത് ഡയറക്റ്റ്ലി മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ലൈക്ക് എനർജറ്റിക്കലി നിങ്ങൾ ഒരുപാട് ചില ഹാബിറ്റ്സ്, നിങ്ങളുടെ ചില ഇതുപോലുള്ള ഫിസിക്കൽ ഹാബിറ്റ്സ്, നിങ്ങളുടെ ഒരു ഇതുപോലുള്ള അഡിക്ഷൻസ് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഗൈസ്, ഓക്കെ, ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല, ബട്ട് ദിസ് ഈസ് സംതിങ് ഐ ഹാവ് ടു സേ ഗ്രൂപ്പ് നമ്പർ 2, ബിക്കോസ് ലൈക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആരുമായിട്ടാണ് ഫിസിക്കലി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആരുമായിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. ഓൾറൈറ്റ്, സോ അവിടെ നമ്മൾ ഒരുപാട് ഈവൻ നമുക്ക് എത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു അനുഭവമാണ്, നമ്മുടെ എനർജി ഡ്രെയിൻഡ് ആക്കുന്ന ഇമോഷൻസ് ആണ് അത്. നമുക്ക് എത്ര ഇഷ്ടമുണ്ടെങ്കിൽ പോലും. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് വെരി ഇമ്പോർട്ടൻറ്റ് ഹാവിങ് സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് മൾട്ടിപ്പിൾ പീപ്പിൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ കൂടെ റിലേഷൻഷിപ്പിൽ നിൽക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മളും നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ ജെന്യൂൻ ആയിട്ടായിരിക്കാം ഒരു വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം, ബട്ട് ആ വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ് പാറ്റേൺ ഉണ്ടായിരിക്കാം. ഓക്കെ, അത് നിങ്ങളും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സി എനർജി അവിടെ ഫ്ലോ ആവുന്നുണ്ട്, സ്പെഷ്യലി സാക്രൽ എനർജി ഇസ് സച്ച് പവർഫുൾ എനർജി. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് ഫിസിക്കലി. ഓക്കെ, സോ ഇതുപോലത്തെ ചില തിരിച്ചറിവുകളും ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ബിക്കോസ് യെസ്, നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ ഒരുപാട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഫെയ്ഡ് ആയി പോയിട്ടുള്ളത്, നിങ്ങളുടെ ചില ക്വാളിറ്റീസ്, നിങ്ങളുടെ ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, ബിക്കോസ് നിങ്ങൾ വളരെ സ്പെഷ്യൽ ആണ്. ചില പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത്, ചില കഴിവിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ വളരെ യൂണിക് ആയിട്ടുള്ള നേച്ചറുള്ള ആളുകൾ തന്നെയാണ്. ഓക്കെ, ചില ആളുകൾ വളരെ സൈക്കിക് ആയിട്ടുള്ള ആളുകളാണ്. റൈറ്റ്, സി നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ കാരണമായിരിക്കാം പല പല മിസ്റ്റേക്സിലൂടെ പോയിട്ടുണ്ടായിരിക്കാം. റൈറ്റ്, സോ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല പോയിട്ടുണ്ടായിരിക്കാം. മേ ബി ലൈക്ക് നിങ്ങളുടെ കുട്ടിക്കാലം നിങ്ങൾ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓർ നിങ്ങളുടെ ഒരു ലൈഫ് പാറ്റേൺ നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐ ഓപ്പണിംഗ് ആണ്. ഓക്കെ, നിങ്ങളുടെ കണ്ണ് തുറന്ന് കാണും. ആൻഡ് നിങ്ങൾ പോയിട്ടുള്ള അതേ അവസ്ഥ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യില്ല, നിങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യില്ല. ബിക്കോസ് നിങ്ങളാണ് നിങ്ങളുടെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു വർഷമാണ് 2026. എസ്പെഷ്യലി നിങ്ങളുടെ സെൽഫ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നേടിയെടുക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിത്വം എന്തൊക്കെയോ ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, ഫെയ്ഡായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ 2026 അത് റീഗെയിൻ ചെയ്യുന്ന ഒരു വർഷമാണ് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൊർഗീവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അതേ വഴിയിലൂടെ നിങ്ങൾ പോവാതിരിക്കുക. ഓക്കെ, ബിക്കോസ് യു ഗൈസ് ട്രൂലി ഡിസേർവ് സംതിങ് ബെറ്റർ. അത് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോവാണ് ഈ വർഷം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, എന്തൊക്കെയാണ് നിങ്ങളുടെ കരിയർ ഫൈനാൻഷ്യൽ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ? എന്തൊക്കെയാണ് ഈ വർഷം നിങ്ങൾക്ക് കരിയർ ഫൈനാൻഷ്യൽ ലൈഫ്, നിങ്ങളുടെ ജോബ്, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളതെന്ന് നോക്കാം. ഓക്കെ, സോളിറ്റ്യൂഡ്. സോ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ പല കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു വർഷമാണ്. എല്ലാം സീറോന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള ഒരു മെന്റൽ പ്രഷർ നിങ്ങൾക്ക് ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവും. ബിക്കോസ് എന്തൊക്കെയോ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സീറോ എന്നാണ് ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ലാത്തൊരു പ്ലേസിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗ്രൂപ്പ് നമ്പർ 2. സി, അതാണ് നിങ്ങൾ സോളിറ്റ്യൂഡ് അവിടെ വൈസായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. ആരും ഉണ്ടാവില്ല. സി, നിങ്ങൾക്ക് ചില പ്ലേസിലേക്ക് വന്ന സമയത്താണ് അതുവരെ ഉണ്ടായിട്ടുള്ള ഒരാളും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അതുവരെ നിങ്ങൾ അത്രയും സന്തോഷമായിട്ട് ലാവിഷായിട്ട് ജീവിച്ച് പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ട്രൂലി മനസ്സിലാക്കുന്നുണ്ട് ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ വീഴ്ചകളാണ് നിങ്ങൾ വീണ്ടും ചില കാര്യങ്ങൾ ഒന്നുമില്ലാത്തൊരു പ്ലേസിൽ നിന്ന് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത്. സോ 2026 ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു വർഷമാണ്. ഒന്നുമില്ലാത്തൊരു പ്ലേസിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇനിയാണ് നിങ്ങൾ ജോബിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ബിക്കോസ് നമ്മൾ ആദ്യം പറഞ്ഞു 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യങ് ലേഡിയാണ്. ഓക്കെ, ഒരു കൗമാരക്കാരിയാണ്. സോ അതുവരെ ആരുടെങ്കിലൊക്കെ തണല്ലോ, അല്ലെങ്കിൽ അതുവരെ എങ്ങനെയൊക്കെയോ ലൈക്ക് അത് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഏത് ഏജിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് സമയമായിട്ട് അങ്ങനെയൊക്കെ ജീവിച്ച് പോയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ 2026 നിങ്ങളുടെ ആ ഒരു സ്റ്റോറി ചേഞ്ച് ചെയ്യാൻ പോകുന്നൊരു വർഷമാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ബേസ് എന്നാണ് പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അടിത്തറ ഉണ്ടാക്കിയെടുക്കുകയാണ് ജീവിതത്തിന്. ഗൈസ്, ഐ റിയലി വോണ്ട് ടു ടെൽ യു ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 2, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ലൈഫിൽ ഇതുവരെ എന്തൊക്കെ പോയി, നിങ്ങൾ എങ്ങനെയായിരുന്നു, അതൊന്നും നിങ്ങൾ ബോദർ ചെയ്യണ്ട. എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടമായി പോയി അതൊന്നും നിങ്ങൾ ബോദർ ചെയ്യണ്ട. 2026 നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ക്യാഷ് ഇല്ല, നിങ്ങൾക്ക് ജോബ് ഇല്ല, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇല്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും ഒക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. ആരോഗ്യമായിരിക്കാൻ ചില ആളുകൾക്ക് എന്തോ ആയിക്കോട്ടെ. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ? ഗിവ് അപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ? ഇതുപോലെ യങ് ആയിട്ട് എനർജറ്റിക്കലി നിങ്ങൾക്ക് ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ?
നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒന്നില്ലാത്ത പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ അത് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഒന്നുമില്ലാത്ത പ്ലേസിൽ നിന്നാണ് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ആ വർഷമാണ് നിങ്ങൾക്ക് ഇത്. ഓക്കെ, ആ ഒരു ടൈമാണ് 2026 എന്ന് പറയുന്നത്. ആ ഒരു ടൈമാണ്. ഒരു സെൽഫ് റെക്കഗ്നീഷൻ ഉണ്ടാവുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന, നിങ്ങൾ കെട്ടിപ്പടുക്കാൻ പോകുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചില കാര്യത്തിലേക്ക് ഇറങ്ങി വരിക, അവിടെ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ട്. ആകെ നിങ്ങൾക്ക് ഒരൊറ്റ മെസ്സേജേ ഉള്ളൂ, നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സിലേക്ക് വീണ്ടും പോവാതിരിക്കുക. ഓക്കെ, എന്റർടൈൻ ചെയ്യാൻ പാടില്ലാത്ത ആളുകൾ, സിറ്റുവേഷൻസ്, കാര്യങ്ങൾ, ഹാബിറ്റ്സ് ഒന്നും നിങ്ങൾ വീണ്ടും എന്റർടൈൻ ചെയ്യാതിരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്നുമില്ലാത്ത പ്ലേസിൽ നിന്നായിരിക്കാം കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കുക. ഗ്രൂപ്പ് നമ്പർ 2, ലിസൺ മീ വെരി കെയർഫുള്ളി. ഒന്നും ഇല്ലാത്തൊരു പ്ലേസിൽ നിന്നാണ് നിങ്ങൾ കാര്യങ്ങൾ തുടങ്ങാൻ പോവുക. 0 എന്നായിരിക്കാം നിങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ എവിടെയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, സോ മോസ്റ്റ്ലി ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 2 മെയ് മാസമൊക്കെ ആവുന്ന സമയത്ത്, നിങ്ങൾ ഡെഡിക്കേറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇൻ ദ മന്ത് ഓഫ് മെയ് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ച് നിങ്ങൾക്ക് മെയ് മാസം മുതൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ മെയ് മാസം നിങ്ങൾ മാർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് ഉണ്ടായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതായിരിക്കാം, നിങ്ങൾ നന്നായിട്ട് ഏൺ ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോബ്. ഇന്ന് ജോബ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് തുടങ്ങാം. മേ ബി മെയ് മാസമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ജോബിൽ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ബിക്കോസ് 2026 നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടൈം കുറച്ചുകൂടി നിങ്ങൾക്ക് ഫേവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾ അത് വൈസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, ഈ ഒരു വർഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വർഷം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നേടിയെടുക്കാൻ പോകുന്ന ഒരു വർഷമാണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും നിങ്ങളുടെ മേലൊരു സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ ഈ വർഷം പകുതിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പോവാണ്. അങ്ങനെ നേടിയെടുക്കുന്ന സമയത്ത് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ളതോ, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ പോയിട്ടുള്ളതോ, നിങ്ങളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാത്ത ആളുകൾ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത്, ഗൈസ്, ഒരിക്കലും നിങ്ങളത് എന്റർടൈൻ ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു സമയത്ത് കുറെ കൂടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് തോന്നുകയാണ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫ് ഒന്നും പോയി, അല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു ട്രൂ നേച്ചർ നിങ്ങൾ കണ്ടു, അത് നിങ്ങൾ ഒരുപാട് തളർത്തി കളഞ്ഞെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് അത്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ലവ്, റൊമാൻസ്, നിങ്ങളുടെ കണക്ഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ബിക്കോസ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സാക്രൽ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഓക്കെ, നിങ്ങളുടെ സെൽഫായിട്ട് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ ചില ഹാബിറ്റ്സ്, നിങ്ങൾക്ക് ചില കാര്യത്തിനോട്, ചില ആളുകളോട്, ചില റിലേഷൻഷിപ്പിനോടുള്ള ഒരു അഡിക്ഷൻ എത്ര നിങ്ങളെ റൂയിൻ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് 2026. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ അതിലേക്കൊക്കെ നിങ്ങൾ വരിക. നിങ്ങളുടെ ആ ഒരു യങ് എനർജിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു കുട്ടിയായിട്ട് നിങ്ങൾ മാറുക, എടുക്കുക, ചില ആക്ഷൻ എടുക്കുക. ആദ്യമായിട്ടായിരിക്കാം, ഫെയിൽ ആയിക്കോട്ടെ, മേ ബി തെറ്റായിക്കോട്ടെ, നിങ്ങൾ വരിക, അതിലേക്കൊക്കെ വരിക. അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ, ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വെറുതെ വളരെ ഫാസ്റ്റായിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഓക്കെ, റിലേറ്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ 2026 നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല വഴിയിലൂടെ ആയിരിക്കാം നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വെഞ്ചർ ജേണിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു ജേണിയാണ്. 2026 നിങ്ങൾ റെസ്റ്റ്ലെസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് വരാൻ പോകുന്നൊരു പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തിരക്കായിരിക്കും 2026. നിങ്ങളുടെ ലൈഫിൽ ഒന്ന് കഴിയുന്ന സമയത്ത് ഒന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കാം. പ്ലീസ് നിങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കണം എന്നില്ല. ഇത്ര സമയമായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഒതുങ്ങി നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു വർഷമാണ്. നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യാൻ പോവാണ്. അത് സ്ഥലങ്ങളെന്ന് മാത്രം എന്നുള്ളതല്ല. ഓക്കെ, സോ നിങ്ങൾ ലൈഫിൻ്റെ പല ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നൊരു വർഷമാണ്. ഒരുപാട് കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോകുന്നൊരു വർഷമാണ്. ഇതുവരെ കാണാത്ത പല ജീവിത അനുഭവങ്ങളും, ഇതുവരെ കാണാത്ത പല യാത്രകളും, പല സ്ഥലങ്ങളിലും നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു വർഷത്തെ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു കമ്പാനിയൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് ഒരു വാഹനമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു വാഹനം ഉണ്ടായിരിക്കണം. മേ ബി ചില ആളുകൾ ഈ വർഷം വാഹനം വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. ഇതുപോലെ ഒരു 2-വീലർ ആയിരിക്കാം, ഓർ നിങ്ങളൊരു സ്പെഷ്യൽ വെഹിക്കിൾ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു വർഷം. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആനിമൽ റൈഡൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ലൈക്ക് കുതിര,
ഓർ ആനിമൽ റൈഡൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ പുതിയ സ്കില്ല് പഠിക്കുന്നൊരു വർഷമാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ പുതിയ സ്കില്ല് പഠിക്കുന്നൊരു വർഷമാണ് 2026. പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളൊരു ബ്രേക്കിന് ശേഷം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കൂടെ പോകുന്നൊരു വർഷമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണോ പേടിയുള്ളത് അത് നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു വർഷം കൂടിയാണ്. നിങ്ങൾക്ക് എന്താണോ ഇമ്പോസിബിൾ എന്ന് തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു വർഷമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അത് ജീവിതം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നൊരു വർഷം കൂടിയാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2026 ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഓക്കെ, സോ അത് ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഫേസ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. അത് ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആക്കാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു വർഷം കൂടിയാണ് 2026 എന്ന് പറയുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ കുറെ കൂടെ റെസ്പോൺസിബിൾ ആവുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ലൈഫിന്റെ ഒരു ടൈം വരെ വളരെ കെയർലെസ് ആയിട്ട് ജീവിച്ചു പോയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2026 നിങ്ങൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സാഹചര്യം നിങ്ങൾ കൂടുതൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല രീതിയിലായിരിക്കാം പല ആളുകൾക്ക് അത്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ, നിങ്ങളൊരു റെസ്പോൺസിബിൾ നേച്ചർ നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു വർഷമാണ്. ചില ആളുകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത്ര ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതുവരെ നിങ്ങൾക്കൊരു ജീവിത ലക്ഷ്യമില്ലേ, നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് നിങ്ങൾ വരുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ആ ഒരു മോഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങളെ കമ്പയർ ചെയ്യാൻ അവിടെ ആരും ഉണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ അത്രയും അലേർട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ട്, അത്രയും സ്പെഷ്യൽ ആണ് ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നത്, ആദ്യമായിട്ടാണ് ഇൻറ്റിമസി അനുഭവിക്കുന്നത്, ആദ്യമായിട്ടാണ് ഒരു റൈറ്റ് പ്ലേസിലേക്ക് നിങ്ങൾ വരുന്നത്, ആദ്യമായിട്ടാണ് ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ആദ്യമായിട്ട് ചില കാര്യങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2026. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, എഴുതുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവുക. എന്തെങ്കിലുമൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ്, ക്രിയേറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്ന, ക്രിയേറ്റീവായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിനെ കൂടുതൽ പഠിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ സൈക്കോളജിക്കലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില ആളുകൾ കൂടുതൽ പഠിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2026. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പ്രസൻസ് കൊണ്ടും നിങ്ങളുടെ അപ്രോച്ച് കൊണ്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നേച്ചറിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ പോകുന്ന ഒരു വർഷം കൂടിയാണത്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഉള്ളൊരു വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് സമയം വരെ നിങ്ങളുടെ ലൈഫ് അത്ര ആക്റ്റീവ് മോഡിലല്ല, നിങ്ങൾ വളരെ ഇങ്ങനെ ഉൾവെളിഞ്ഞ് ജീവിച്ചു പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 2026 അങ്ങനെയല്ല, നിങ്ങൾ കുറച്ചുകൂടി ഒരു ആക്റ്റീവായിട്ട് വരികയാണ്. ഓക്കെ, അവിടെ നിങ്ങൾ നേച്ചറായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മൈൻഡിനെ പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ കൂടുതൽ യോഗ, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ കുറച്ചുകൂടി ഒരു താല്പര്യം കാണിക്കുന്നുണ്ടായിരിക്കണം. സൈക്കിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, മൈൻഡ് ഒരാളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക, അത് ആളുകളെന്ന് മാത്രം എന്നുള്ളതല്ല, നേച്ചറിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈവൻ ലൈക്ക് ജീവജാലങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ക്വാളിറ്റീസ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ ഇതുപോലുള്ള നേച്ചറൊക്കെ നിങ്ങൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. നിങ്ങൾ കൂടുതൽ കൈൻഡ് ആവുന്നുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്, ഇമോഷൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമാണ് 2026. ബിക്കോസ് ജീവിതം നിങ്ങൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ഓക്കെ, നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ നിന്നായിരിക്കാൻ ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു അനുഭവം മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മാറ്റണം എന്ന് തോന്നുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഈ ഒരു സഫർ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതല്ല, നിങ്ങളുടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പഠിക്കുകയാണ്. ഓക്കെ, നിങ്ങളൊരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആവുകയാണ്, നിങ്ങൾ കുറച്ചുകൂടി ഒരു എംപത്തറ്റിക് ആയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വളരെ എംപാസ് നേച്ചറുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ ആളുകളുടെ ഇമോഷൻസ്, സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം.
ഓക്കെ, സോ അതിൻ്റെ ഒരു ക്വാളിറ്റീസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആളുകളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് സംഭവിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് 2026 നിങ്ങളുടെ ചില ഇതുപോലുള്ള ക്വാളിറ്റീസ് നിങ്ങൾ കൂടുതൽ റിയലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൊഫഷണലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ പാഷനായിട്ടോ നിങ്ങളുടെ പേർപ്പസ് ആയിട്ടോ കൂടെ കൂടുതൽ അലൈൻഡ് ആയിട്ട് വരികയാണ്. നിങ്ങളുടെ ഒരു സർവീസ് മോഡിലേക്ക് നിങ്ങൾ കൂടുതൽ അലൈൻഡ് ആയിട്ട് വരികയാണ്. സോ ഇത്ര സമയമായിട്ട് നിങ്ങൾ വളരെ മെറ്റീരിയലൈസ്ഡ് ആയിട്ട് ജീവിച്ചിട്ടുള്ള ആളുകളാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫ് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇമോഷൻസ് ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അങ്ങനത്തെ മാറ്റങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് 2026. ഓക്കെ, സോ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ഒരു ഡീപ്പായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സർവീസ് മോഡാണ് 2026 നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഇത്ര കാലമായിട്ട് ഉണങ്ങാത്ത ചില മുറിവുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മനസ്സിനുണ്ടായിട്ടുള്ള വേദനയായിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടായിട്ടുള്ള മുറിവുകളായിരിക്കാം. ഓക്കെ, സോ അത് ഹീൽ ആവുന്ന ഒരു വർഷം കൂടിയാണ് 2026. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ സപ്രസ്ഡ് ആക്കി വെച്ചിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വർഷം കൂടിയാണ്. സോ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം, അത് ഹീൽ ആവുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വളരെ ലൈറ്റായിട്ടും നിങ്ങൾക്കതൊരു അവേക്കൻ പോലെ നിങ്ങൾ അത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ആ ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ അതിന്ന് നിങ്ങൾ ഉണരുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു സർവീസ് മോഡ് ഓൺ ആവുന്നത്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു പേർപ്പസിലേക്ക് അലൈൻഡ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക, അല്ലേ? നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലിയൊരു സ്ട്രഗിൾ കൂടെ പോയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നിങ്ങൾ ഓവർകം ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് അതേ അവസ്ഥയിൽ കൂടെ പോകുന്ന മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുക, അല്ലെ? മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇൻസൈറ്റ് കൊടുക്കാൻ സാധിക്കുക. അതല്ലാതെ നിങ്ങളൊരു പ്രശ്നത്തിൽ കൂടെ പോയെന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് വേറെ ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ അതിന് ഓവർകം ചെയ്ത് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻസൈറ്റ് കിട്ടുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് മറ്റുള്ള ആളുകളിലേക്കും സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുക റൈറ്റ് ആയിട്ട്. റൈറ്റ്, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2026 ഇതുപോലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതുപോലുള്ള അവേക്കനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ആ ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള പല സിറ്റുവേഷനും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പല ലൈഫ് ഇവന്റൊന്നും നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ ചില സിറ്റുവേഷൻ നിങ്ങൾ സോൾവ് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ഗ്രേറ്റ് ഇൻസൈറ്റ് കിട്ടുന്ന ഒരു വർഷമാണ് 2026 നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങളുടെ സങ്കടമൊക്കെ കളയുന്ന ഒരു വർഷം കൂടിയാണ്. നിങ്ങൾ കരഞ്ഞു തീർക്കുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ, ഒരു കാര്യത്തെപ്പറ്റി ഇനി നിങ്ങൾ വീണ്ടും 2026 മുതൽ ഇതുവരെ നിങ്ങൾ ടെൻഷൻ ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ ഇനി ടെൻഷൻ ആവില്ല. ഇതുവരെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ 2026 മുതൽ അത് നിങ്ങളുടെ ലൈഫിൽ ഇല്ല. ഓക്കെ, അതിനെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടായിരിക്കണം, പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ മനസ്സിലൊരു മുറിവായിട്ട് ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു ട്രോമയായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല ചില കാര്യങ്ങൾ. ഓക്കെ, സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് 2026. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ലൈറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. എക്സാക്ട്ലി, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളൊരു സെൽഫ് ഹീലർ ആവുകയാണ്. നിങ്ങൾ മറ്റുള്ള ആളുകൾക്കും വേണ്ടി ഹീലർ ആയിട്ട് നിൽക്കുകയാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ഒരു ദൈവാധീനം നിങ്ങൾക്ക് തോന്നുന്ന ഒരു വർഷം കൂടിയാണ് 2026. നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ, എത്ര ബ്ലെസ്ഡ് ആണ് നിങ്ങൾ, എത്ര ബ്ലെസ്ഡ് ആണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ചില കാര്യങ്ങളിലേക്ക് വരാനും നിങ്ങൾ ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവത്തിനോട് നന്ദി പറയുന്ന ഒരു വർഷമാണ് ഗ്രൂപ്പ് നമ്പർ 3 2026. ശരിക്കും നിങ്ങൾ നന്ദി പറയും. അതുവരെ നിങ്ങൾ എന്തിനെ ഇങ്ങനത്തെ പ്രശ്നം എൻ്റെ ലൈഫിൽ വന്നു, എന്തിനു ഞാൻ ഇങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ പോയി എന്ന് ചിന്തിച്ചിട്ടുള്ള നിങ്ങൾ ഇതിൻ്റെ ഒരു ഇൻറ്റൻസ് മനസ്സിലാക്കി ഇതിന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പുറത്തേക്ക് വരാൻ സാധിക്കുന്ന സമയത്ത് ആ ഒരു ഇൻസൈറ്റ് നിങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ലെസൺ അതാണ്. ആ ഒരു കാര്യമാണ് നിങ്ങൾ ഇത്ര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആക്കിയത്, അല്ലെങ്കിൽ അത് എത്ര നിങ്ങളെ ബ്ലെസ്ഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പുതിയൊരു ബർത്ത് പോലെയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൂടുതൽ തിരിച്ചറിയാണ്. നിങ്ങളൊരു ന്യൂ ബർത്ത് ആണ് 2026 സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഓവർകം ചെയ്തു വരുന്ന ഒരു വർഷം കൂടിയാണ്. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3. സോ ഇതൊക്കെയാണ് നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു വർഷം. ഓക്കെ, വളരെ മിറാക്കുലസ് ആയിട്ടും വളരെ ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്ന പല മൊമെന്റ്സും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളില്ല,
അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു ആവശ്യത്തിന് നിങ്ങൾ എവിടെ പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ചില സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്ന് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്പിയർ ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം, നിങ്ങൾ നടു റോട്ടിൽ പെട്ട് കിടക്കുകയാണ്, പെട്ടെന്ന് ആരെങ്കിലും നിങ്ങൾ അവിടെ വന്ന് ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് തോന്നുകയാണ് ചില പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഇനി അത് എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് അറിയില്ല, അവിടെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ അങ്ങനെ സേവ് ആവും. സോ അതാണ് നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് ഡിവൈൻ അല്ലെങ്കിൽ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, അത് നിങ്ങളെന്ന വ്യക്തിയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ പ്രോബ്ലം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രബിൾ ഉണ്ടെങ്കിൽ, അതിന് നിങ്ങൾ പുറത്തേക്ക് വരുന്നത് നിങ്ങളെന്ന വ്യക്തിയെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ ഒരുപാട് സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ മേലെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വീണ്ടും കൊണ്ടുവരുത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നത്, ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ 2026 ചില കാര്യങ്ങൾ അങ്ങനെ റിയലൈസ് ചെയ്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് തന്ന് ചില സിറ്റുവേഷൻ ക്ലോസ് ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ, സോ ചിലത് നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അത്ര കാലം ജെന്യൂൻ ആണെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ബട്ട് അത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലേ. സോ നിങ്ങൾ അങ്ങനെ എടുക്കാം. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 3, 2026 നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും നല്ല സൗഹൃദങ്ങളിലേക്കൊക്കെ വരികയാണ്. പുതിയ ആളുകളെ നിങ്ങൾ അലോ ചെയ്യാണ്. ഓക്കെ, പുതിയ ആളുകളെ നിങ്ങൾ ഡെഫിനറ്റ്ലി 2026 എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് അഗെയിൻ അവിടെ ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷന് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആളുകളെ നിങ്ങൾ അവിടെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നല്ല സൗഹൃദങ്ങൾ, ചില സിറ്റുവേഷന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓക്കെ, അങ്ങനത്തെ ആളുകളുടെ പ്രസൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്പിരിച്വലി, ഫൈനാൻഷ്യലി, നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണോ വേണ്ടത്, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി ഉള്ള ആളുകളെ, അതത് കാര്യത്തിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ഉള്ള ആളുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ വേറെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ വരേണ്ടതായിട്ടുണ്ട്. ആ സിറ്റുവേഷൻ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആളുകളായിരിക്കാം അത്. ഓക്കെ, അങ്ങനത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ എവിടെന്നെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾ മാറ്റി നിർത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യമോ ആളുകളോ അവിടെ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ റിലേഷൻഷിപ്പിനെ പോലെ തന്നെ, നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫിനെ പോലെ തന്നെ നിങ്ങൾ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ അനുഭവിക്കേണ്ട ഒരു വർഷം കൂടിയാണ് 2026. ഓക്കെ, സോ പല കാര്യങ്ങളും നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ, സോ വീണ്ടും നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. സോ ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു സെപ്പറേഷന് ശേഷം, ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. സോ നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നി ചില ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. പക്ഷേ ജീവിതാനുഭവങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ 2026 നിങ്ങൾ വീണ്ടും ഒരു സെപ്പറേഷന് ശേഷം വീണ്ടും ചില ആളുകളിലേക്ക് വരികയാണ്. ഓക്കെ, വീണ്ടും ചില ആളുകളെ കണ്ടുമുട്ടാണ്, റീകണക്ഷൻ ഉണ്ടാവുകയാണ്, റീയൂണിയൻ. സോ അവിടെ ചില ആളുകൾ വീണ്ടും മീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്പിരിച്വൽ ഗ്രോത്തും പരസ്പരം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് പുതിയ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ വരുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പുതിയതായിട്ടൊക്കെ പഠിക്കുകയാണ് ചില ആളുകൾ വരുന്ന സമയത്ത്. ആൻഡ് ഈവൻ അത് നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും, ഈവൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സമയത്തിന് ശേഷം പുതിയ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഓൾഡ് എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അവിടെ കുറച്ചുകൂടി ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ ക്വാളിറ്റീസ് ആണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പുതുമ ഉണ്ടാകും. നമ്മൾ സെയിം ഒരു റിപ്പീറ്റേഷനിലൂടെ പോകുന്ന സമയത്ത് നമുക്കും ബോറിംഗ് ആയിരിക്കും റിലേഷൻഷിപ്പ് അല്ലെ, ലൈഫ് വരുന്ന സമയത്ത്. റൈറ്റ്, ഒരേ കാര്യം തന്നെ നിങ്ങൾ ഡെയിലി ചെയ്യുക, നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ തന്നെ ഒരേ കാര്യം തന്നെ പറയുക, ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ജസ്റ്റ് ഇമാജിൻ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഒരു സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പുതുമ ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക്
ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് ആവുന്നുണ്ട് റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വീണ്ടും ഒരു പുതുമുള്ളൊരു ഈവൻ അത് പഴയ ആളാണെന്നുണ്ടെങ്കിൽ പോലും പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എത്ര ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെ വളരെ എനർജറ്റിക് ആക്കുന്നുണ്ട്. ഓക്കെ, വളരെ യങ് എനർജിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് 2026. എസ്പെഷ്യലി വിത്തിൻ ത്രീ മന്ത്സ് ടൈം നിങ്ങൾക്ക് ആ ഒരു ഇനീഷ്യൽ 3 months ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 3 months കൂടെ നിങ്ങൾ ചില കാര്യത്തിലേക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആഫ്റ്റർ മാർച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ മാർച്ച് മുതൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3 your 2026 your relationship group number 3. come on guys, group number 3 നിങ്ങളൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യണം. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നിങ്ങളുടെ സോളിനും ഒക്കെ ഒരു സമാധാനം സെറ്റിൽ ആവാൻ മീൻസ് ലൈക്ക് ഒരുപാട് കാലത്ത് ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇമോഷൻസും ഒക്കെ സെറ്റിൽ ആവാണ്. ബിക്കോസ് അവിടെ റീകണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആരെങ്കിലും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു വർഷമാണ്. ഓക്കെ, സോ നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് നിൽക്കുക. ഓക്കെ, റഷ് ചെയ്യാതിരിക്കുക. ചില മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പഴയൊരു ആങ്സൈറ്റി ഫിയർ നിങ്ങൾ കാണിക്കാതിരിക്കുക. ബിക്കോസ് ഈവൻ നിങ്ങളുടെ പഴയ ആളാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ലൈഫിലേക്ക് വരുന്നതെങ്കിൽ പോലും അവിടെ പുതിയ ക്വാളിറ്റീസ് ആണ് നിങ്ങൾ രണ്ടുപേരും കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ടൈമിൽ നിങ്ങൾക്ക് പരസ്പരം എന്ത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങളാണ് നിങ്ങൾ ഈ വർഷം വരുന്ന സമയത്ത് നിങ്ങളത് എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ ഇതുവരെ ആ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ രണ്ടുപേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. സോ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ 2026 സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു വലിയൊരു കാത്തിരിപ്പിന്റെ ഒരു എൻഡാണ്. ഇത് പ്രോബബ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ബിക്കോസ് ഡെസ്റ്റിനി ഒരു സെപ്പറേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടാളും രണ്ട് വഴിക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ ചില കാര്യത്തിൽ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക. ചില കാര്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒട്ടും ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, റൈറ്റ്? ബട്ട് 2026 വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഈ വഴിക്ക് പോയി എന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു സർക്കിളിലൂടെ പോകുന്നത് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു സർക്കിളിലൂടെ പോകുന്നത് പോലെയാണ്. സോ നിങ്ങൾ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും, അവർ ആ വഴിക്ക് പോയിട്ടുണ്ടാവും, ആൻഡ് ഫൈനലി നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഓക്കെ, വീണ്ടും അവിടെ റൊമാൻസ് ഉണ്ടാവുന്നുണ്ട്, വീണ്ടും അവിടെ ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ബട്ട് ചില ആളുകൾക്ക് അത് നിങ്ങൾ ഇങ്ങനത്തെ പുതിയൊരു അനുഭവത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ പഴയൊരു കാര്യം വരുന്നതോ നിങ്ങളൊരു പുതിയ അവസ്ഥയിലേക്ക് വരുന്നതോ ആയിക്കോട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ബിക്കോസ് അതായിരിക്കാം 2026 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തരാൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇനീഷ്യലി നിങ്ങൾക്ക് കുറച്ചൊരു മേ ബി ഈ ഒരു റീഡിംഗ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മാനസികപരമായിട്ടുള്ള അവസ്ഥയിൽ കൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. മേ ബി ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ആ ഒരു സെപ്പറേഷനിലൂടെ പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, ബിക്കോസ് ചില ആളുകൾ നിങ്ങൾ ചിലതിന്ന് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്, ചില കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ അത്രയും ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അല്ലെങ്കിൽ അത്രയും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കുക. ബട്ട് അത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് റിലേഷൻഷിപ്പിൽ മാത്രം നല്ലതല്ല, നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആക്കുന്നത്, നിങ്ങളെ വളരെ തളർത്തുന്നത്, അതിൻ്റെ ഒരു പ്രസൻസ് മുന്നോട്ട് വരുന്ന സമയത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പുതിയ ക്വാളിറ്റി നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഓക്കെ, അത് ക്യാഷ് ആയിക്കോട്ടെ, നിങ്ങളുടെ ജോബോ എന്തോ ആയിക്കോട്ടെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഗ്രൂപ്പ് നമ്പർ 3, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഷെൽട്ടർ ഉണ്ടാവുന്നുണ്ട്, അവിടെ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വീടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റൈറ്റ് പ്ലേസ് കണ്ടെത്തുകയാണ്. ഓക്കെ, സോ അത് ചില ആളുകൾ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാണ്, മൈഗ്രേറ്റ് ചെയ്യാണ്. മേ ബി നിങ്ങൾ വേറെ പ്ലേസിലേക്ക് പോകുന്നുണ്ടായിരിക്കണം, വേറെ കൺട്രിയിലേക്ക് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം.
റൈറ്റ്. പുതിയ പ്ലേസിലേക്കൊക്കെ നിങ്ങൾ വരുന്ന ആളുകളുണ്ട്. ജോബ് റിലേറ്റഡ് ആയിട്ട് വേറെ കൺട്രിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ സെറ്റിൽ ആവും. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു നിങ്ങളൊരു റിട്ടയർമെൻറ്റ് ടൈം പോലെയാണ് 2026. ഓക്കെ, ഈവൻ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വളരെ ഒരു സമാധാനം ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകും. മേ ബി ഇനീഷ്യലി ഈ വർഷത്തിൻ്റെ ഒരു ബിഗിനിങ് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് ഉണ്ടായിരിക്കണം. പക്ഷേ കുറച്ചും കൂടി മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഈ ഒരു പ്രശ്നമൊക്കെ എങ്ങനെ സോൾവ് ആയി പോയിട്ടുണ്ട് എന്നുള്ളത്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, വീട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രഗിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, ബിക്കോസ് അത് വീടെന്ന് മാത്രം എന്നുള്ളതല്ല, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് ടെൻഷൻ ആവുന്നത്, നിങ്ങൾ ബെസ്റ്റ് കാര്യം അതിൽ ചെയ്യുക. ടെൻഷനൊക്കെ മാറ്റി വെച്ച് അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ അലോ ചെയ്തോളൂ. പക്ഷെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ബിക്കോസ് വെരി സൂൺ, സ്പെഷ്യലി ഒരു മിഡൊക്കെ ആവുന്ന സമയത്ത്, ഈ വർഷം മിഡാവുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ഒരു റിട്ടയർമെൻറ്റ് മോഡിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ പോയെന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ്, ബിക്കോസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സമാധാനം കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത് നിങ്ങൾ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കുറേ ക്യാഷ് ഉണ്ടാവും എന്നുള്ളതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് സമാധാനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന് ഉള്ളൊരു കഴിവില്ല, അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെങ്കിൽ അങ്ങനെയല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ പ്രൗഡ് ആവും. നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിൾ, നിങ്ങൾ എങ്ങനെ അത് ഓവർകം ചെയ്തു, എങ്ങനെ അച്ചീവ് ചെയ്തു എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വളരെ പ്രൗഡായിട്ട് തോന്നുന്ന ഒരു വർഷം കൂടിയാണ്. സോ 2026 നിങ്ങൾക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഇതുപോലെ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അക്കംപ്ലിഷ്ഡ് ആക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഒന്ന് പുറത്തേക്ക് പോകാൻ, വേറെ പ്ലേസിൽ പോയി സെറ്റിൽ ആവാൻ. സോ അത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങൾ വീട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്, അത് നിങ്ങൾ സെറ്റിൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ഇമ്പോസിബിൾ, നിങ്ങൾ അതിലേക്കൊക്കെ എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നത്, അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വിഷ് ഫുൾഫിൽമെന്റ് ഗൈസ്. ഗ്രൂപ്പ് നമ്പർ 3, ഇത് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ടെൻഷൻ ആവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ സ്പിരിച്വലി ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും ഈ ഒരു സമയത്ത്. ബിക്കോസ് നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹെൽത്തി റൂട്ടീനൊക്കെ നിങ്ങൾക്ക് മേ ബി ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല ചില ആളുകൾക്ക്. അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഗൈസ് ഡോണ്ട് വറി, ബിക്കോസ് 2026 നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്നത് ഏത് സമയത്തും നിങ്ങൾക്ക് ആ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവും. ഏത് സമയത്തും നിങ്ങളുടെ പ്രശ്നം സോൾവ്ഡ് ആവും. ഓക്കെ, അത് ലൈക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ 2026 സംഭവിക്കുന്നത്, അത് നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് തരും. ഒന്നുകിൽ അത് നിങ്ങളുടെ ഒരു പുതിയ വീടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആയിരിക്കാം. ചില ആളുകൾക്ക് അത് റിലേഷൻഷിപ്പ് ആണ്. വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ജേർണിയിലേക്ക് നിങ്ങൾ വരും ഒരു ടൈമിൽ. ഓക്കെ, ആ ഒരു പ്ലേസിലേക്ക് വരുന്ന സമയത്ത് ഐ എം ഷുവർ ദാറ്റ് നിങ്ങൾ ഈ ഒരു വാക്ക് ഡെഫിനറ്റ്ലി ഓർക്കും. ഇത് എന്ത് മാജിക് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്നുള്ളത്. ബിക്കോസ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഓൾറെഡി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ, എന്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓർ ഈവൻ എത്ര വേഴ്സ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരുന്നുണ്ടായിരിക്കണം. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു കഷ്ടപ്പാട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെരിറ്റി തരും എന്നുള്ളത്. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3, ട്രസ്റ്റ് യുവർ സെൽഫ്. ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്, സോ ചിലതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അതിനർത്ഥം നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വർഷങ്ങൾ എന്നുള്ളതല്ല. നിങ്ങൾ ഇനി പുതിയ പ്രശ്നത്തിലേക്കാണ് വരേണ്ടത്. പുതിയ കാര്യത്തെ പറ്റിയിട്ടാണ് നിങ്ങൾ കരയേണ്ടത്. പുതിയ കാര്യത്തെ പറ്റിയിട്ടാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത്. പുതിയ കാര്യത്തെ പറ്റിയിട്ടാണ് നിങ്ങൾ ഇനി ക്യാഷ് ഉണ്ടാക്കേണ്ടത്. ബിക്കോസ് നിങ്ങൾ ഇത്ര കാലം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു വീട് ഉണ്ടാക്കാനോ പുറത്ത് പോകാനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അത് അച്ചീവ് ആവും. ഓക്കെ, അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഇനി നെക്സ്റ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് പുതിയ കാര്യമാണ്. നിങ്ങൾക്ക് പുതിയ ടെൻഷനാണ് 2026 വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ചില ആളുകൾ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ വരാം. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.